ആലപ്പുഴ കളർകോടുണ്ടായ അപകടം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അപകട കാരണവും വാഹനത്തിന്റെ കാലപ്പഴക്കവും ഒക്കെ ഇപ്പോൾ ചർച്ചയാകുന്നു. റിട്ടയർഡ് സൂപ്രണ്ട് ഓഫ് പോലീസ് തോമസ് ജോർജ് പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ അപകടം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലമുണ്ടാകുന്ന ഷിഫ്റ്റിംഗ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി മൂലമാണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ആലപ്പുഴ വണ്ടാനം വിദ്യാർത്ഥികളുടെ അപകടം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലമുണ്ടാകുന്ന ഷിഫ്റ്റിംഗ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി മൂലം. എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്? ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കിയാൽ കല്ല് ഒരു വൃത്തപരിധിയിലൂടെ സഞ്ചരിക്കും. ചരട് പൊട്ടിയാൽ കല്ല് വൃത്തപരിധിയിലേക്ക് വെളിയിലേക്ക് തെറിച്ചു പോകും. ഇതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. കറക്കുമ്പോൾ കയ്യിൽ അനുഭവിക്കുന്ന ബലം സെൻട്രിപെറ്റൽ ഫോഴ്സ്. വൃത്തപരിധിയിലൂടെ വാഹനം സഞ്ചരിക്കുന്നത് വളവുകളിലും ഓവർടേക്ക് ചെയ്യുമ്പോഴുമാണ്. ഒരു ബസ് ഇടതുവശത്തേക്കുള്ള വളവ് സ്പീഡ് എടുക്കുമ്പോൾ യാത്രക്കാർ വലതുവശത്തേക്ക് ചെരിയുന്നു. മറ്റൊന്നിനെ ഓവർടേക്ക് ചെയ്യുമ്പോഴും ഇത് സംഭവിക്കുന്നു. ഭാരം വലതുവശത്തെ ടയറുകളിൽ കൂടുന്നു. 8 ടൺ ഭാരമുള്ള വാഹനം സമതലത്തിൽ കിടക്കുമ്പോൾ ഓരോ ടയറിലും 2 ടൺ ഭാരം വരുന്നു. ഇടതുവശത്തെ വളവെടുക്കുമ്പോൾ ക്രമേണ വലതുവശത്തെ ടയറുകളിൽ 3 ടൺ വീതവും ഇടതുവശത്തെ ടയറുകളിൽ 1 ടൺ വീതവും വരാം. ഇതിൽ കൂടുതലും വലതുവശത്തെ ടയറുകളിൽ കേന്ദ്രീകരിക്കാം. ഇതാണ് ഷിഫ്റ്റിംഗ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഇങ്ങനെ വലതുവശത്തെ ടയറുകളിൽ ഭാരം കൂടുതൽ കേന്ദ്രീകരിക്കുമ്പോൾ സഡൻ ബ്രേക്ക് ചെയ്താൽ ബ്രേക്കിന്റെ ആപ്ലിക്കേഷൻ വലതുവശത്തെ ടയറുകളിൽ കൂടുതൽ കേന്ദ്രീകരിക്കും. കാരണം ബ്രേക്കിന്റെ ആപ്ലിക്കേഷൻ ടയറിന്റെ ഭൂമിയുമായുള്ള ഫ്രിക്ഷൻ മൂലമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാഹനം ഡ്രൈവറുടെ നിയന്ത്രണത്തിലല്ല. 90 ഡിഗ്രിയോ അതിൽ കൂടുതലോ വാഹനം വലതുവശത്തേക്ക് വെട്ടിത്തിരിയും. ഷിഫ്റ്റിംഗ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റി നടക്കാൻ കാരണങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, വളവ് ഒരു വൃത്തമായി വരച്ചാൽ കിട്ടുന്ന റേഡിയസ് അഥവാ അർത്ഥവ്യാസാർത്ഥം കുറവാണെങ്കിൽ, അതായത് ഷാർപ്പ് കേർവ് ആണെങ്കിൽ. 2, വാഹനത്തിന്റെ ഭാരം കൂടുതലാണെങ്കിൽ. 3, വാഹനത്തിന്റെ പൊക്കം കൂട്ടുന്ന മേക്ക്. 4, റോഡിന്റെ ചെരിവ്. 5, പ്രധാനമായത് വാഹനത്തിന്റെ സ്പീഡ്. 6, ദ്രാവക രൂപത്തിലുള്ള ടാങ്കറിൽ പകുതി ദ്രാവകം ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ഓളം. 7, തടി കയറ്റിയ വാഹനത്തിൽ തടിയുടെ ഭാരം തുല്യമായിരിക്കണമെന്നില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. കാൽനടക്കാരോ ഇരുചക്ര വാഹനക്കാരോ ചെറിയ വാഹനക്കാരോ ഒരു കാരണവശാലും വലിയ വാഹനക്കാർക്ക് സഡൻ ബ്രേക്ക് ചെയ്യാൻ ഇടയാകരുത്. CCTV ദൃശ്യങ്ങളിൽ ഓവർടേക്ക് ചെയ്ത കാർ 90 ഡിഗ്രി ആംഗിളിൽ വെട്ടിത്തിരിയുന്നത് വ്യക്തമാണ്. സ്കിഡ് ചെയ്താലും സംഭവിക്കുന്ന ദൃശ്യമല്ല ഇത്. സഡൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഓവർടേക്കിങ്ങും 11 പേരടങ്ങുന്ന കുട്ടികളുടെ ഭാരവും വാഹനത്തിന്റെ സ്പീഡും ഷിഫ്റ്റിംഗ് ഓഫ് സെന്റർ ഓഫ് ഗ്രാവിറ്റിക്ക് കാരണമായി അപകടമുണ്ടായി. ചിലപ്പോഴൊക്കെ വലിയ വാഹനത്തിന്റെ പുറം തെന്നിയോ മറിഞ്ഞോ അപകടം വരും എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്നവർ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും.